അതാറാ അത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞൂടാ. അവന്റെ നിപ്പിൽ എന്തോ ഒരു പന്തികേടില്ലേ? ഉണ്ടോ? ഒരു ആത്മഹത്യ മണക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് മണക്കുന്നുണ്ടോ? ആണോ? എന്നാ വാ ചോദിക്കാം. വാ. എന്താ എന്താ ഇവിടെ നിക്കുന്ന? മതിയായി. മതിയായെങ്കിൽ വീട്ടിൽ പോണം. എന്തിനാ ഇവിടെ നിക്കുന്ന? അതല്ല, ജീവിതം മതിയായി. ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യ നിക്കുക. ഇവിടെ മുങ്ങിയ ബോഡി പോലും കിട്ടൂല. അത് കുഴപ്പമില്ല, എനിക്ക് നീന്താ അറിയാം. പിന്നെ നീ എന്തിനാ ചാടിച്ചാവുന്നത്? എന്തേലും പറ്റിയ രക്ഷപ്പെടാലോ. എടാ എന്തൂടാ പറയുന്നത്? വെയ്യടാ. സംഭവം ആത്മഹത്യ ചെയ്ത് ആട്ടും കാട്ടോ എന്ന് പോലും അറിയാത്തവനാ. ബാപ്പ പിടിച്ചോണ്ട് വരാം. പിന്നെ നീ മന്തി തിന്നല്ലേ തീർക്ക. നീ എവിടെ പോയി ചത്താലും തൂങ്ങുന്ന ഞങ്ങളാ. സാക്ഷി ഉണ്ടോ? ഞങ്ങൾ രണ്ടുപേരുവാ. നിങ്ങളൊക്കെ ആരാ? പറഞ്ഞു വിട്രാ. പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നീ ആര്? പിന്നെ നീ പിന്നെ മന്ത്രിയുടെ മോനാണല്ലോ. നീ അവിടെ ചാവാൻ നിന്നപ്പോ ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്? നിങ്ങള്. നിങ്ങളാണ് ഞങ്ങള്. അപ്പൊ ഞാനാരാ? എടാ ഞങ്ങൾ ആരാടാ അവിടുന്ന് പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയത്? എന്നെ. അതാണ് നീ. അപ്പൊ നമ്മള് മൂന്നുപേരും കൂടെ ഇവിടെ എന്തോ ചെയ്യുന്നു? ഞാൻ ദുബായില് വിസിറ്റിങ്ങിന് വന്നത്. ഞാനിവിടെ കുഴിയാനെ പിടിക്കാൻ വന്നു. ഞാൻ ഇപ്പൊ എന്തോ കുഴിമന്തി വയ്ക്കാൻ വന്ന? കൊല്ല്, ഇടിച്ചു കൊല്ല്, ചാവട്ടി ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവൻ ചാടി ചത്തേനെ വെറുതെ. എടാ ഇവന്റെ സമനില തെറ്റി കിടക്കുവാണ്. പേരെന്തുവാ? ആത്മരാജ്. സന്ദർഭത്തിന് പറ്റിയ പേര്. ആത്മരാജിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തുണ്ടായി? എന്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതം. അയ്യോ സോറി. എന്റെ ഇത് എങ്ങനെ അറിഞ്ഞു? എന്റെ കാമുകി അവളെ വേറൊരുത്തനുമായിട്ട് മാളി വെച്ച് കണ്ടു. ക്രൂവൽ. ആര്? കാമുകി. അതായത് നിന്റെ ഭാര്യക്ക് അവിഹിതം ഉണ്ടെന്ന് നീ നിന്റെ അവിഹിതം വഴി അറിഞ്ഞ്? അതെ. അപ്പം നിനക്ക് അവിഹിതം? അതവക്കറിയില്ലല്ലോ. അല്ല അപ്പൊ അവളുടെ അവിഹിതോ? അതെനിക്കറിയാലോ. അല്ലപ്പ ഈ കാമുകിക്ക് ഭർത്താവുണ്ട്? ഉണ്ട്. അപ്പൊ ഇത് നിന്നോട് ആരാ പറഞ്ഞ്? കാമുകി. ആരുടെ? എന്റെ. ഞാനൊന്ന് ചോദിക്കട്ടെ. വേണ്ട, ഉത്തരം കൊള്ളൂല്ലോ. നിനക്ക് കൊച്ചുങ്ങളുണ്ടോ? ഒന്ന്. അതാരുടെ? അത് ബ്രോന്റെ. അത് മാത്രം പറയല്ലേ ബ്രോ. പന്നലേ, നിന്റെ പെണ്ണുമ്പളുടെ കാമുക ഞാനായി. ഇല്ല. അതെ, നീ സ്റ്റെപ്പ് വരെ കയറി പിടിക്കാൻ നോക്കിയത്, അവള് ലിഫ്റ്റ് വരെ കയറി പിടിച്ച്. അവള് ലിഫ്റ്റ് വരെ കയറിയോണ്ട് അവൾ ആദ്യം എത്തി. അതിലെന്ത് വ്യത്യാസം? ചതിച്ചതല്ലേ ബ്രോ. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് സ്വന്തം കാമുകി വരെ അറിയുന്നത് എന്ത് അവസ്ഥയാ അത്? നീയാണ് പിടിച്ചിരുത്തിയത്. പണ്ട് മുത്തച്ഛന്റെ കട്ടിലടിയിൽ നിന്ന് കൊച്ചു പുസ്തകം കിട്ടിയായിരുന്നു. അതിനകത്ത് സെയിം കഥ ഉണ്ടായിരുന്നു. ആ കൊച്ചു പുസ്തകം ഇപ്പൊ ഇരിപ്പുണ്ടാ? എന്തിന് കേട്ടോണ്ടിരിക്കല്ലേ ലൈവായിട്ട്? പിടി. വീട് എവിടെ? വളവിൽ. ചുമ്മാ അല്ല വളഞ്ഞു പോയത്. വീട്ടുകാരൻ തോന്നുന്നു. വിഹിത വളപ്പിൽ. ഈ വിഹിതം വിട്ടൊരു കളിയില്ലേടെ നിനക്ക്? നിങ്ങൾ കുടുംബപരമായിട്ട് ഇങ്ങനെ വിഹിതിച്ചോണ്ടിരിക്കൂ? വീട്ടുകാരൊക്കെ ഉണ്ട്. അമ്മ ആനി, അച്ഛൻ കെറുവ. ആരുമായിട്ട്? അതല്ല, എന്റെ അച്ഛന്റെ പേര് കെറുവാച്ചൻ. എന്തോ കുറുകു അങ്ങേരിരുന്നു. നിനക്ക് നിന്റെ ഭാര്യ അടുത്ത് അങ്ങ് പോയി ചോദിച്ചൂടെ അവിഹിതം ഉണ്ടോ എന്ന്? പറ്റത്തില്ല. എന്താ? എനിക്ക് അവിഹിതം ഇല്ലേ? അപ്പൊ അത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ? ഇല്ല, ഞങ്ങൾക്കാ ഉള്ള. അവിഹിതത്തിലാണേലും അവന്റെ ആ നെറിയുണ്ടല്ലേ, മാറി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ് കുഞ്ഞി. നിന്റെ ഭാര്യയെ അവളുടെ കാമുകിനെ കെട്ടിച്ചോട്. എന്നിട്ട് നീ നിന്റെ കാമുകിയെ കെട്ട്. അപ്പൊ ഈ അവിഹിതം അങ്ങ് മാറിക്കിട്ടും. പറ്റില്ല. എന്റെ നാൻസിനെ ആർക്കും വിട്ടു കൊടുക്കില്ല. ഏത് നാൻസി? എന്റെ പൊന്നു ഭാര്യ. പന്നി ഗപ്പി പെറ്റൂട്ട് നമുക്ക് അവ അവിഹിതം കൂട്ടി വെച്ചേക്കുന്നത്. നീ വാ, ഇനി ഇരുന്നവൻ പറയാം അവന്റെ ഭാര്യയുടെ കാമുകൻ നമ്മളാന്ന്. വാ. ഏതോ അവിഹിതം. അയ്യോ ചേട്ടന്മാരെ, പോലെ എന്നെ കൊന്നിട്ടു. എനിക്കിനി ജീവിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാര്യ അടുത്ത് പോയി പറഞ്ഞ നിനക്ക് അവിഹിതം ഉണ്ടെന്ന്. അപ്പൊ അവളും അവളുടെ കാമുവിനും കൂടെ നിന്നെ അങ്ങ് കൊല്ലും. അപ്പൊ എന്റെ മീര. അതാര്? എന്റെ കാമുകി. കാലേപ്പിടിയുടെ കമത്തിട്ടപ്പോ പൊങ്ങി വരും. ചേട്ടാ, അവൻ കൈപൊക്കി ലിഫ്റ്റ് വെച്ചാ കേട്ടരുത് കേട്ടാ. അവൻ ചാവൂല. അവൻ നീന്തി അടുത്ത് അവിഹിതം പിടിക്കും.